തുടങ്ങിയാലോ? പിന്നല്ല. അപ്പൊ ഇന്നത്തെ വിഷയം സോഷ്യൽ മീഡിയയും സ്വയം പ്രഖ്യാപിത ഇൻഫ്ലുവൻസേഴ്സും. അപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ ആൾക്കാരെ പറ്റിക്കാൻ തുടങ്ങിയോ? എന്താണ് അവർ ചെയ്യുന്നത്? ചേച്ചി, ഇപ്പൊ കുറെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന പല കാര്യങ്ങളും ബാക്കിയുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. ഇതൊരു പബ്ലിക് ഫിഗേഴ്സ് ആയതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് പരസ്യത്തിൽ വന്നത് ഉപയോഗിച്ചാൽ നിങ്ങൾ വെളുക്കും എന്ന് പറയുന്നതിനേക്കാളും ഇമ്പാക്റ്റ് ആണ് ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടെ നടത്തുന്ന ഇൻഫ്ലുവൻസർ. കാരണം ഇവര് സാധാരണക്കാരൊക്കെയാണ്, പക്ഷെ സമൂഹത്തിൽ അറിയപ്പെടുന്നവരും. അതുകൊണ്ട് തന്നെ ഇവരെ അനുകരിച്ച് പലരും ഒരുപാട് ചതിക്കുഴിയിലും വീണേക്കാം. പക്ഷെ സത്യത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിൽ ഇവര് പോലും അറിയാതെ വീണു പോകുന്നതും അതിലൂടെ ബാക്കി സാധാരണക്കാരും ആ കുഴിയിൽ വീണുകൊണ്ടേയിരിക്കുന്നതുമാണ്. ഉദാഹരണം പറയാനാണ് ഇവിടെ ഒന്നും തരില്ല. എത്ര ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഡെയിലി ഈ ആപ്പ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും, ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾ വെളുക്കും, വെളുത്തിട്ട് വാറും എന്നൊക്കെ പറഞ്ഞ് ഡെയിലി വീഡിയോ പോസ്റ്റ് ചെയ്യുന്നേ. ഇവരൊക്കെ ഇത് സ്വയം ഉപയോഗിച്ച് ആപ്പ് ട്രൈ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇതിൽ സാധാരണക്കാര് പെട്ടുപോകുമോ എന്ന് മിക്കവരും ചിന്തിക്കാതെ പൈസയ്ക്ക് വേണ്ടി എന്തും പ്രൊമോട്ട് ചെയ്യാവുന്നൊരു മെന്റാലിറ്റിയാണ് ഇവർക്കൊക്കെ ഉള്ളത്. നമ്മുടെ പാട്ടമോളുടെ എന്ന അവസ്ഥ കണ്ടില്ലേ ഇപ്പൊ? ഏറെ പാവം. എന്നിട്ട് വന്ന മാപ്പൊക്കെ പറയുന്നുണ്ടോ? പക്ഷെ അതിൽ ആളുടെ പേരില്ല, ഏത് സ്റ്റോറിയാണെന്നില്ല, ഒന്നുമില്ല. കേൾക്കുന്ന ആൾക്കാരെന്താ പൊട്ടന്മാരോ? സ്റ്റോറി ഇൻസ്റ്റയിലും മാപ്പ് യൂട്യൂബിലും. ആഹാ, എന്തൊരു നല്ല ആചാരങ്ങൾ. അതുകൊണ്ട് ഞാൻ ആലോചിച്ചേ, പൈസ വാങ്ങി അക്കൗണ്ടിൽ ഇട്ടില്ലേ, ഇനി എങ്ങനെയാ ആള് പറയാ? പോയവർക്ക് പോയി. പിന്നെ ഇതൊന്ന് വേറെ രീതിയിൽ ചിന്തിച്ചാൽ സ്റ്റോറി ഇൻസ്റ്റയിലും മാപ്പ് യൂട്യൂബിലും ഇതെല്ലാം ഒരു പ്രമോഷൻ ആണല്ലോ. ഏത് ഇതൊന്നും ഇവരറിയാണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല, അറിഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പ് തന്നെയാ. ഓ പിന്നെ നാട്ടിലുള്ളവരൊക്കെ നന്നാക്കാൻ നടക്കുന്ന പാട്ടൊക്കെയാണോ അതൊന്നും അറിയാത്തെ? എല്ലാം കഴിഞ്ഞ് അയ്യോ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ല എന്റെ രാമനാരായണ എന്നൊരു ഡയലോഗ് ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാട്ട മാത്രമല്ല, ഈ പേരിൽ ഇടയ്ക്കിടയ്ക്ക് കുറെ ഇൻഫ്ലുവൻസേഴ്സ് എയറിലാകാറുണ്ട്. പിന്നെ ഈ പേരും പറഞ്ഞു തന്നെ നമ്മുടെ അക്കയെ പാട്ട ചേച്ചി ഒന്ന് ഏറിൽ കയറ്റിയതാ. ആശാൻ അടുപ്പിലും ആവാലോ. പാട്ടയും അക്കയും അല്ലാതെ എത്ര യൂട്യൂബേഴ്സ് ആണ് ഇങ്ങനെ ഡെയിലി ഓരോ ഉടായ്പം കൊണ്ട് വരുന്നത്. സാധാരണക്കാർ മിക്കവരും ഇത് വിശ്വസിച്ച് പോകും. അത് തന്നെയാണല്ലോ ഇവരുടെ അഡ്വാൻറ്റേജും. ഇങ്ങനെയുള്ള ആൾക്കാരെ ചൂഷണം ചെയ്യുക, എന്നിട്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരും. എല്ലാം കഴിഞ്ഞ് വരുമ്പോ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു, എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പൈസ അയച്ചാൽ പോരായിരുന്നു. ഇങ്ങനെയൊക്കെ വർത്തമാനങ്ങളാണ് പറയുന്നത്. ക്രീം തട്ടിപ്പ്, ആപ്പ് തട്ടിപ്പ്, സൈറ്റ് തട്ടിപ്പ്, ഓയിൽ തട്ടിപ്പ്, ഇതൊന്നും പോരാത്തതിന് ഹെൽത്ത് ടാബ്ലറ്റ്, വെയിറ്റ് ലോസ് ഡ്രിങ്ക്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, അങ്ങനെയും കുറെ തട്ടിപ്പ്. പക്ഷെ ഇവരെ അങ്ങനെ മൊത്തത്തിൽ കുറ്റം പറയാനൊന്നും പറ്റില്ല. ഇതൊക്കെ ഉടായിപ്പാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവരും ഉണ്ട് ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇടയിൽ തന്നെ. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ കാറണ്ണൻ, അദ്ദേഹം വഴിയാണല്ലോ പലരും കുറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് പിന്നിലെ തട്ടിപ്പിനെ പറ്റിയൊക്കെ അറിഞ്ഞത്. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുമുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരോട് പറയാനുള്ളത്, ഇങ്ങനെ പല തട്ടിപ്പുമാണ് ദിനംപ്രതി നമ്മുടെ ചുറ്റും നടക്കുന്നത്. സൂക്ഷിക്കുക. കാരണം നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവരാരും അതിന്റെ ഉത്തരവാദിത്വം എടുക്കില്ല. അയ്യോ സോറി ഞാൻ അറിഞ്ഞില്ല എന്നൊരു വീഡിയോ ഇട്ട് കൈയും കഴുകി ടാറ്റ പറഞ്ഞു പോവും. സൂക്ഷിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. അപ്പൊ ഇനി അടുത്ത ദിവസം കാണാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ.